കിരൺ ഇവിടെ നിന്ന് അങ്ങോട്ട് പറയായിരുന്നു. നീ അത് ശ്രദ്ധിച്ചില്ലേ? പറഞ്ഞതൊക്കെ വ്യക്തമായിരുന്നു. ഏട്ടാ, ഇതിലെന്തോ പ്രശ്നമുണ്ട്. എന്തോ ഒരു കണക്ഷൻ കിരണിനുണ്ട്. എടാ, വല്ല ചതിയാണോ? വരുൺ, ഈ അവസ്ഥയിൽ ചോദിക്കുന്നത് ശരിയാണോന്നറിയില്ല. ഇനി മുൻപോട്ടെന്താ പ്ലാൻ? ഞാനങ്ങനെ തീരുമാനിച്ചിട്ടില്ല. അടിക്കടി ഉണ്ടാകുന്ന ഈ സംഭവങ്ങൾ കാരണം മനസ്സ് നേരെ നിൽക്കാത്തൊരവസ്ഥയല്ല. ഓക്കെ, അതെനിക്ക് മനസ്സിലാവും. പക്ഷേ എന്തെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്താലേ പറ്റൂ. നിങ്ങളുടെ കഥകളൊക്കെ ഞാൻ കേട്ടു. ഈ നടക്കുന്ന ചതികൾക്കൊക്കെ ഒരു പകരം വീട്ടിൽ അത്യാവശ്യമല്ലേ? ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ അതിലേക്ക് ഇറങ്ങാണ് കിരൺ. അങ്ങനെ തോറ്റു കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ.
ഒരു മിനിറ്റ്. ആ ദുർഗ പറഞ്ഞോ. കിരൺ, ബെഞ്ചമിനും ഗുണ്ടകളും നമ്മുടെ ടീമിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞിട്ടുണ്ട്. ബെഞ്ചമിനോ? യെസ്, നമ്മുടെ ടീം അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ അത്യാവശ്യമായിട്ട് നമ്മൾ അവിടെ എത്തിയേ പറ്റൂ. കിരൺ എവിടെയാ? ഞാനിവിടെ വരുണ സൂര്യയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് പുറപ്പെടണം. അവർക്ക് യാതൊരു സംശയവും കൊടുക്കരുത്. അവരുടെ കസ്റ്റഡിയിലുള്ള സ്ത്രീ ശ്യാമ മേഡം തന്നെയാണെന്ന് എന്തെങ്കിലും സൂചന കിട്ടിയിട്ടുണ്ടോ? ഇതുവരെ ഇല്ല. കിരൺ, പെട്ടെന്ന് ഇറങ്ങ്. ഓക്കെ, നേരത്തെ പുറപ്പെട്ടു. ഓക്കെ. വരുൺ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകേണ്ടതുണ്ട്. കിരൺ, നിങ്ങളിപ്പോൾ ആരോട് സംസാരിച്ചേ? എന്തു പറ്റി? അല്ല, നിങ്ങളിപ്പോൾ ബെഞ്ചമിൻ എന്ന പേര് പറഞ്ഞല്ലോ, ശ്യാമാമടത്തിൻ്റെ പേരും പറഞ്ഞില്ലേ? അതൊരു പത്ര റിപ്പോർട്ടറായിരുന്നു. കേസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്നറിയാൻ ഞാൻ നിങ്ങളുടെ അടുത്തുണ്ടെന്നറിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചതാ. ഓക്കെ വരുൺ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ശരി. വരുൺ, എടാ ആ പറഞ്ഞതിൽ എന്തോ കുഴപ്പമുണ്ട്. അപ്പുറത്തു നിന്നുള്ള ചോദ്യത്തിന് മറുപടി പറയായിരുന്നില്ല. കിരൺ ഇവിടെ നിന്ന് അങ്ങോട്ട് പറയായിരുന്നു. നീ അത് ശ്രദ്ധിച്ചില്ലേ? പറഞ്ഞതൊക്കെ വ്യക്തമായിരുന്നു. ഏട്ടാ, ഇതിലെന്തോ പ്രശ്നമുണ്ട്. എന്തോ ഒരു കണക്ഷൻ കിരണിനുണ്ട്. എടാ, വല്ല ചതിയാണോ? എന്താണെന്ന് വ്യക്തമാവുന്നില്ല. എന്തായാലും നമുക്ക് അയാളൊന്ന് ഫോളോ ചെയ്യാം. അയാൾ പോയത് എങ്ങോട്ടാണെന്ന് നമുക്ക് അറിഞ്ഞേ പറ്റൂ. ഇടങ്ങേറ്.